ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു എഗ് പൊറോട്ടയും ഒരു എഗ് റോസ്റ്റ് റെസിപ്പി നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ തന്നെ ഒരു ഡിഫറൻറ്റ്, ചപ്പാത്തി കഴിച്ചു മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റണ ഒരു സൂപ്പർ റെസിപ്പി. അപ്പോൾ ഇതിൽ നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് തക്കാളി പ്യൂരിയിലാണ് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 3 തക്കാളി, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളി തന്നെയാണ്, ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മുട്ടയും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി ഞാൻ എടുക്കുന്നത് ഒരു 1/4 കപ്പ് മൈദയും പിന്നെ ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടിയും എടുക്കുന്നുണ്ട്. സാധാരണ ഞാനിവിടെ ഗോതമ്പ് പൊടിയിൽ മാത്രമാണ് പൊറോട്ട ഉണ്ടാക്കാറുള്ളത്. മൈദ ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് മാത്രമായിട്ട് ഇതുണ്ടാക്കിയാലും ആ ലെയറായിട്ടുള്ള ഇത് കിട്ടും നമുക്ക്. അത് വളരെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിൻ്റെ തോല് മാത്രം കളഞ്ഞിട്ട് അതങ്ങനെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണേ. എന്നിട്ട് ആ തക്കാളിയുടെ പ്യൂരിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് കുറച്ചൊരു എണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് കുറേ സമയം പറ്റിയാൽ നന്നായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് ഈ പൊറോട്ടയ്ക്ക് നല്ല ലെയറും മാതിരി കിട്ടും. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതേ ഉള്ളേ. ഒരുപാട് സമയം ഞാനങ്ങനെ തേച്ച് കുഴക്കണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചു. പിന്നെ ഒരു അരമണിക്കൂർ നമ്മളതങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേ. അതിനുശേഷം ഞാനൊരു 3 സവാള തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തേ. അത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഒരു 3 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണേ. അതിനുശേഷം നമ്മൾ ഈ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് ഒന്ന് നന്നായിട്ട് ചപ്പാത്തിയുടെ മുകളിൽ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണേ, കത്തി വെച്ചിട്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ചുരുട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ പരത്തുക. അതിന് ശേഷം ആ പരത്തിയതിനെ റോളായിട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ മടിച്ച് ചുരുട്ടിയിട്ട് വീണ്ടും പരത്തുക. പൊറോട്ട നമ്മൾ ഉണ്ടാക്കുന്ന അതേ മോഡലിൽ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് ലെയറുകൾ വന്നില്ലെങ്കിലും കുറച്ചൊരു ലെയറായിട്ടുള്ള ഒരു പൊറോട്ടയുടെ ഒരു ഫോമിലുള്ള ഇത് കിട്ടും നമുക്ക്. ഇത് ചപ്പാത്തിയുടെ ഇതിൽ വരത്തില്ല, എന്നാൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പൊറോട്ട മാതിരി നിറയെ ലെയറും കിട്ടത്തില്ല. കുറച്ചൊരു ലെയറായിട്ടുള്ള ഒരു ഹാഫ് പൊറോട്ട ആ രീതിയിലുള്ള ഒരു ഇതായിട്ട് കിട്ടും. അപ്പോൾ ഈ ചപ്പാത്തി കഴിച്ച് മടുക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. കാരണം ഇതിൽ നമ്മൾ ടൊമാറ്റോ പ്യൂരിയിലാണ് ഇത് കുഴച്ചിരിക്കുന്നത്. അതിനു മേലെ ഇത് ഇങ്ങനെ പരത്തി ഇതായി കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുന്നതിന് മുന്നേ നമ്മൾ മുട്ടയും മല്ലിയിലയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്ന് മിക്സാക്കിയിട്ട് അതിലൊന്ന് മുക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഒന്നെങ്കിൽ നെയ്യൊഴിച്ച് അല്ലെങ്കിൽ ഓയിൽ ലൈറ്റായിട്ട് ഇട്ടിട്ട് ഒന്ന് അങ്ങനെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ശരിക്കും ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും ആവശ്യമില്ല. കാരണം ഇതുപോലെ മല്ലിയിലയുണ്ട്, സവാളയെല്ലാം ഇതിൻ്റെ മേലെയുണ്ട്. അതിന് പുറമെ ഇതിൽ നമ്മൾ തക്കാളി പ്യൂരിയിലാണ് കുഴച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഒരു എഗ്ഗ് റോസ്റ്റ് കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇത് ശരിക്കും ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ നമുക്ക് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇതിന് സൈഡായിട്ട് ഈ പൊറോട്ടയ്ക്ക് സൈഡായിട്ട് ഞാനൊരു എഗ്ഗ് റോസ്റ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഗ്ഗ് റോസ്റ്റിലും ഞാൻ തക്കാളിയാണ് നിറയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ടൊമാറ്റോയുടെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിറയെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ലൈക്കോപ്പിൻ ഉണ്ട്. ലൈക്കോപ്പിൻ ഞാൻ മുന്നേ നിറയെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റ് വളരെ നല്ലതാണ്. അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്കിന്നിനും തക്കാളി നമുക്ക് വളരെ നല്ലതാണ്.
അപ്പോൾ പിന്നെ ഞാനിതിനുണ്ടാക്കുന്ന എഗ്ഗ് റോസ്റ്റിൽ എഗ്ഗിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ കാൽഷ്യം, ക്രോമിയം, അയൺ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, സെലിനിയം റിച്ചാണ്. ഒമേഗ 3യും ഉണ്ട്. അതുപോലെ വൈറ്റമിൻ എ, തയസൈമിൻ ഉണ്ട്, B12 ഉണ്ട്. ഇത് ശരിക്കും നല്ല റിച്ച് ബാലൻസ് ഫുഡാണ്. പക്ഷേ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറായിട്ട് കൂടി ഇത് കഴിക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി അറൗണ്ട് ഒരു 30-35 മിനിറ്റെങ്കിലും സമയമെടുക്കും. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, പക്ഷേ ശരിക്ക് കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്. നമുക്കിത് കുട്ടികൾക്ക് നെയ്യെല്ലാം ഉപയോഗിച്ചിട്ട് ചുട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഹെവി റിച്ച് ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടി സമയമുള്ളപ്പോൾ, നമുക്ക് സൺഡേസിലെല്ലാം സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ മുട്ട മുറിച്ചിടുന്നു, ഫ്രഷ് ക്രീം ഒഴിക്കുന്നു. പിന്നെ ഇനി നമ്മൾ മുട്ട റോസ്റ്റിൻ്റെ ഇതൊന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതിൽ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൽ കുറച്ചൊരു വെളുത്തുള്ളി ഇട്ട്, പിന്നെ നമ്മൾ മസാലയ്ക്കായിട്ട് കുറച്ച് കുരുമുളക്, വലിയ ജീരകം, ഒരു കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ഇട്ട് അതിനുശേഷം അതിൽ നമ്മൾ ഒരു 3-4 തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് മൂടി വെച്ചൊന്ന് സിമ്മിൽ വെച്ച് വേവിക്കണം. ലാസ്റ്റ് അതിലാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷം അത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്തിട്ട് അത് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ഈ അരപ്പ് തിരിച്ചൊഴിക്കുന്നത്. എന്നിട്ട് ഈ അരച്ചെടുത്ത ഗ്രേവി വന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഈ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്നു. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാകുന്ന നോക്കുന്നു. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ കസ്തൂരി മേത്തി കുറച്ചൊന്ന് കയ്യിൽ തിരുമ്മിയിട്ട് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഈ എഗ് റോസ്റ്റ് വന്നിട്ട് നമ്മൾ ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തിരി അതുപോലുള്ള സാധനങ്ങൾക്കെല്ലാം ഈ എഗ് റോസ്റ്റ് നല്ല സൂപ്പറാണ്. അപ്പത്തിനും കൂടി എഗ് റോസ്റ്റ് ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം ഇതിൽ നിറയെ തക്കാളി ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് നമുക്കത് വളരെ സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് റിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ നല്ല യങ് ആൻഡ് യൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഗ്രേവി ഈ പാനിൽ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് തിളക്കാൻ വെച്ചിരിക്കണേനെ. ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഫ്രഷ് ക്രീം ഒരു 3-4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഉണ്ടാകുന്നൊന്ന് നോക്കിയിട്ട് ഇതാ നോക്കൂ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഇതിന്. ഈ ടൊമാറ്റോയുടെയും ഈ മുളക് പൊടിയുടെയും ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു ഓറഞ്ച്, അതുപോലത്തെ റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ള ഒരു കളറായിരിക്കും ഇത്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവാണ്, കഴിക്കാനായിട്ട് തോന്നും. നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഇതാണ്. പിന്നെ അതിൽ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചതിന് ശേഷം മുട്ട കട്ട് ചെയ്തത് അങ്ങനെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാകുന്ന നോക്കാം. പിന്നെ ലാസ്റ്റ് നമുക്കതിൽ കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് കയ്യിൽ തിരുമ്മിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഉലുവയുടെ ഇല വന്നിട്ട് ഉണക്കിയിട്ട് എടുക്കുന്നതാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം വാങ്ങാൻ കിട്ടും. അതും നമുക്ക് വളരെ നല്ലതാണ്, ഹെൽത്തിയാണത്. അപ്പോൾ ഇത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിവിടെ കുട്ടികൾ വീട്ടിലുള്ളപ്പോഴാണ് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശങ്കരൻ ഒരു 3 ദിവസത്തേക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികൾ ആരെങ്കിലും വീട്ടിലുള്ളപ്പോൾ ഞാൻ ഈ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലുള്ള ഫുഡുകൾ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. അല്ലാത്ത ഞങ്ങൾ 2 പേരും മാത്രം ആകുമ്പോഴേക്കും എന്തെങ്കിലും ലൈറ്റ് ഫുഡുകളായിട്ട് പോകും. കുട്ടികൾ വരുമ്പോഴാണ് ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ്
ഇതെല്ലാം അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴേക്കും എൻ്റെ വെയിറ്റും വളരെ കൂടും. അവരൊരു 3 ദിവസം നിന്നാൽ എൻ്റെ വെയിറ്റ് 2 കിലോ എങ്കിലും കൂടിപ്പോകും. കാരണം ഹെവി ഫുഡ് കഴിക്കുമ്പോഴേക്കും അതിനനുസരിച്ച് വെയിറ്റ് കൂടും. പിന്നെ ഞാൻ ഡയറ്റിങ് പോകും. ഡയറ്റിങ് ഒരാഴ്ച ഇരുന്ന് വെയിറ്റ് പഴയ മാതിരി കുറച്ച് വന്നിട്ട് ഒരു പഴയ വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഒരുപാട് മെലിയാനായിട്ട് വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. മുന്നേ ഉള്ള അതേ വെയിറ്റ് എത്തുമ്പോഴേക്കും ഡയറ്റിങ് നിർത്തും. ലോങ് പീരീഡ് ഡയറ്റിങ് ഞാൻ നോക്കാറുമില്ല കേട്ടോ. ഒരാഴ്ച അങ്ങനെയൊക്കെ ഡയറ്റിങ് എടുക്കാറുള്ളൂ ഞാൻ. അപ്പം ഇത് കസ്തൂരി മേത്തി നമ്മളതിലൊന്ന് പൊടിച്ചിട്ട് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. അത് കറികൾക്ക് നല്ലൊരു ടേസ്റ്റും മണവും കൊടുക്കും. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് മാതിരി കിട്ടും നമുക്ക് ഈ കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. കസ്തൂരി മേത്തിയിൽ മാഗ്നീഷ്യം, കാൽഷ്യം, അതുപോലെ മിനറൽസ് റിച്ചാണ്. അതും നമുക്ക് ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള എല്ലാ ഇതും അടങ്ങിയതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചൊരു കഷ്ടപ്പാടാണ്. മാക്സിമം പോയി ഒരു 40 മിനിറ്റെങ്കിലും എടുക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹൈലി റിച്ച്, നല്ല ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിച്ച് എല്ലാ വൈറ്റമിൻസും ന്യൂട്രീഷൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് സമയമുള്ള ദിവസങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ എഗ്ഗ് റോസ്റ്റും എഗ്ഗ് ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിന്ന് അല്ലെങ്കിൽ പൊറോട്ടയെന്നാ പറയുക. കുറച്ചൊരു ലെയർ ആയിട്ടുണ്ട്, എന്നാലും ശരിക്ക് നിറയെ ലെയറൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ഇതിന് അങ്ങനെ കറി ഇല്ലെങ്കിൽ കൂടി നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.